75-100 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലഘട്ടം ഓർത്തു നോക്കൂ. മുഴുവൻ രാജ്യവും സ്വതന്ത്ര ഭാരതം എന്ന ഒറ്റ ലക്ഷ്യമാക്കി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് അതുപോലെ തന്നെ കാലഘട്ടം ആഗതമായിരിക്കുന്നു. സ്വതന്ത്ര ഭാരതം എന്ന മന്ത്രവുമായി ജീവിച്ച ആളുകൾ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു. ഇന്ന് ഞാൻ പറയുന്നു, 140 കോടി ഭാരതീയരും ഒറ്റ മനസ്സോടുകൂടി ഇന്ന് ചിന്തിക്കേണ്ടത് സമൃദ്ധ ഭാരതത്തെ കുറിച്ചാണ്. കോടിക്കണക്കിന് ഭാരതീയരുടെ ആത്മാർത്ഥ പരിശ്രമം കൊണ്ട് സ്വതന്ത്ര ഭാരതം സാധ്യമാവുകയാണെങ്കിൽ, ഇന്നുള്ള കോടിക്കണക്കിന് ഭാരതീയർ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിച്ചാൽ, നിങ്ങളുടെ കഴിവുകൊണ്ട് തന്നെ സ്വയം പര്യാപ്തം എന്ന ചിന്തയിലൂടെ വോക്കൽ ഫോർ ലോക്കൽ എന്ന മുദ്രാവാക്യം ഉയർത്തി ജീവിച്ചാൽ, സ്വദേശി സ്വരാജ്യം എന്ന ചിന്തയുമായി മുന്നോട്ട് വന്നാൽ സമൃദ്ധ ഭാരതവും സിമ്പിളായി സാധിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ പഴയ കാലത്തെ യുവാക്കൾ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തതുപോലെ തന്നെ ഇന്നത്തെ യുവാക്കൾ സമൃദ്ധ ഭാരതത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഈ രാജ്യത്തെ എല്ലാ ഇൻഫ്ലുവൻസർമാരോട് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ മുദ്രാവാക്യം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും ആവശ്യപ്പെടുകയാണ്, എല്ലാവരും ഒന്നിച്ചു വരൂ. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട അല്ല. ഭാരതം നമ്മുടെ എല്ലാവരുടേതുമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വോക്കൽ ഫോർ ലോക്കൽ എന്ന മുദ്രാവാക്യം ഓരോ പൗരന്റെയും മന്ത്രമാക്കി മാറ്റിയെടുത്താൽ, ഭാരതത്തിൽ നിർമ്മിക്കപ്പെട്ട ഭാരതത്തിലെ പൗരന്മാരുടെ ചോരയും വിയർപ്പും ഒഴുക്കി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ, ഏത് ഉൽപ്പന്നത്തിലാണോ ഭാരതത്തിലെ മണ്ണിന്റെ മണമുള്ളത്, ഏതൊരു ഉൽപ്പന്നമാണോ സ്വയം പര്യാപ്ത ഭാരതത്തിന് പിന്തുണ നൽകുന്നത്, നമ്മൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങും, ആ ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിക്കും എന്ന തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കണം. ഈ ചിന്താഗതിയുമായി മുന്നോട്ട് പോയാൽ ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഈ രാജ്യത്തെ ചെറിയ ചെറിയ വ്യാപാരികളോടും ചെറിയ കടക്കാരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. നമ്മൾ പണ്ട് മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ കാണാറുണ്ടല്ലോ, ഇവിടെ ശുദ്ധമായ നെയ്യ് വിൽക്കപ്പെടുമെന്ന്. പണ്ട് കാലങ്ങളിൽ ഇവിടെ നെയ്യ് വിൽക്കപ്പെടുമെന്നായിരുന്നു എഴുതിയിരുന്നത്. പക്ഷെ പിന്നീട് പോകെ ഇവിടെ ശുദ്ധമായ നെയ്യ് വിൽക്കപ്പെടും എന്നെഴുതി വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ കാലം. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആവശ്യപ്പെടുന്നു, ഇങ്ങനെയും വ്യാപാരികൾ മുന്നോട്ട് വരണം. ഇവിടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടും എന്നെഴുതി വെക്കുന്ന വ്യാപാരികൾ മുന്നോട്ട് വരണം. നമുക്ക് നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങളിൽ അഭിമാനം തോന്നേണ്ട കാലമായിരിക്കുന്നു. സ്വദേശി ഉൽപ്പന്നങ്ങൾ തന്നെ വിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, നമ്മുടെ ആവശ്യത്തിനും ഒപ്പം നമ്മുടെ ഭാരതത്തെ ശക്തിപ്പെടുത്താനും നിങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, അത് വിൽക്കാനും വാങ്ങാനും തുടങ്ങിയാൽ, നമ്മുടെ രാജ്യം സമൃദ്ധ ഭാരതമായി മാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സ്വാതന്ത്ര്യദിന സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാനും ഒരു സ്വദേശി ഉൽപ്പന്നം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ വടക്കേറ്റത്ത് കണ്ണൂരിൽ ബ്രിജിത് കൃഷ്ണയും അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീഷ്മയും ചേർന്ന് ഈറ്ററി മലബാറിക്കസ് എന്നൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവിധ പദ്ധതികൾ ഉപയോഗപ്പെടുത്തി അദ്ദേഹം തുടങ്ങിയ സംരംഭമാണത്. ആ സംരംഭത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുളപ്പിച്ച കശുവണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഉൽപ്പന്നം. അതുപയോഗിച്ച് അദ്ദേഹം നിർമ്മിച്ച നിരവധി വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു സംരംഭം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ 1 വർഷം വരെ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ജപ്പാനീസ് ടെക്നോളജിയായ റിട്ടോർട്ടിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തവണ ഓണസദ്യ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. വാഴയിലയും പഴവും പപ്പടവും ഒഴികെ 21 വിഭവങ്ങൾ, അതും 2 പ്രഥമൻ ഉൾപ്പെടെ 4 പായസം. 7005573155 ഈ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇന്ത്യയിലെവിടെയും തപാലിൽ നിങ്ങൾക്ക് ഈ ഓണസദ്യ ലഭിക്കുന്നതാണ്. 5 പേർക്ക് കഴിക്കാവുന്ന ഓണസദ്യക്ക് 1800 രൂപ മാത്രമാണ് വില. ഏതാണ്ട് 8 മാസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ സദ്യ നിങ്ങൾക്ക് ഓണസമ്മാനമായി ഗിഫ്റ്റായും കൊടുക്കാൻ കഴിയും. എൻ്റെ 140 കോടി ഭാരതീയ സഹോദരങ്ങൾ ഇന്ന് മൂവർണ്ണ നിറത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ഹർ ഘർ തിരങ്ക എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് എല്ലാവരും ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യദിനം. പൂജനീയ മഹാത്മാഗാന്ധിയുടെ സിദ്ധാന്തം ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ ഒന്നുചേർന്ന് വളരെ മഹത്തായ ഭാരതീയ ഭരണഘടന ഉണ്ടാക്കി. കഴിഞ്ഞ 75 വർഷമായി ഭാരതത്തിൻ്റെ ഭരണഘടന പ്രകാശസ്തംഭമായി നമ്മളെ മുന്നിലേക്ക് വഴിതെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ ഭാരതത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത് നിരവധി മഹാന്മാർ ചേർന്നുകൊണ്ടാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബാബാ സാഹേബ് അംബേദ്കർ, പണ്ഡിറ്റ് നെഹ്റു,
സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇവർ മാത്രമല്ല, നിരവധി പേരുണ്ട്. അതിനോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ മഹത്തായ സ്ത്രീരത്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഈ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി എന്ന ഉത്തരവാദിത്തത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന നമ്മുടെ പൂർവികരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമ്മുടെ ഭരണഘടനാ സൃഷ്ടാക്കളെയും നമിക്കുന്നു. അവരെ ആദരപൂർവ്വം ഞാൻ ഓർക്കുന്നു. നമ്മൾ ഭാരതീയരെന്ന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മദിനം കൂടി ആഘോഷിക്കുകയാണ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്നത് ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച ആദ്യത്തെ വ്യക്തിയാണ്, ആദ്യത്തെ മഹാപുരുഷനാണ്. ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് വേണ്ടി ബലികഴിച്ച ജീവിതം, അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്ന ഒരു രാജ്യം ഒരു ഭരണഘടന എന്ന സങ്കല്പം ആർട്ടിക്കിൾ 370 എന്ന മതിൽ പൊളിച്ചുകൊണ്ട് നമ്മൾ സാക്ഷാത്കരിച്ച് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ഈ ചെങ്കോട്ടിൽ നിന്നുകൊണ്ട് വിജയകരമായി പൂർത്തിയാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത യോദ്ധാക്കളെ സല്യൂട്ട് ചെയ്യാൻ കഴിയുന്നതിൽ. നമ്മുടെ വീര സൈനികർ അവരുടെ പരാക്രമം കൊണ്ട് നമ്മളുടെ ശത്രുക്കൾക്ക് അവർ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകി. സുഹൃത്തുക്കളെ, നീണ്ട കാലത്തെ അടിമത്തം നമ്മുടെ രാജ്യത്തെ നിർധനരാക്കി മാറ്റി. നീണ്ട കാലത്തെ അടിമത്തം ഭാരതത്തെ പരാശ്രയരുമാക്കി. നമുക്ക് എല്ലാ കാര്യത്തിനും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കോടിക്കണക്കിന് ഭാരതീയരുടെ വിശപ്പ് മാറ്റുക എന്നത് തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ തോൽക്കാനും തലകുനിക്കാനും തയ്യാറാകാതിരുന്ന നമ്മുടെ കർഷക സഹോദരങ്ങൾ രക്തം വിയർപ്പാക്കി മണ്ണിൽ പണിയെടുത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ അന്നഭണ്ഡാരം നിറച്ചു. നമ്മുടെ ഭാരതീയരുടെ വിശപ്പ് മാറ്റാൻ അവർ ആത്മാർത്ഥമായി പണിയെടുത്തു. നമ്മുടെ കർഷക സഹോദരങ്ങളുടെ കഠിനാധ്വാനം ഭാരതത്തെ ധാന്യത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കാൻ സഹായിച്ചു. ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെതാണെങ്കിലും ആത്മാഭിമാനം എന്ന് പറയുന്നത്, ആദരവെന്ന് പറയുന്നത്, ആ രാജ്യം സ്വയം പര്യാപ്തമായി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഏതൊക്കെ കാര്യത്തിന് ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നോ അത്രത്തോളം ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യം തുടർച്ചയായി മറ്റു രാജ്യത്തെ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ, സ്വയം പര്യാപ്തമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അടിമത്തത്തിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഓരോ നിമിഷവും നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ ഭാരതം സ്വയം പര്യാപ്തമാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദേശവാസികളെ, ഈ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഡോളറിലും റുപ്പയിലുമുള്ള കച്ചവടം മാത്രമല്ല. ഒരു രാജ്യം സ്വയം പര്യാപ്തമാകുക എന്നത് ആ രാജ്യത്തിൻ്റെ കഴിവിൻ്റെ കൂടി ഉദാഹരണമാണ്. ഒരു രാജ്യത്തിന് സ്വയം പര്യാപ്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്തെ പൗരന്മാരുടെ കഴിവും കൂടി ക്ഷയിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകൾ കൂടുതൽ ശക്തമായി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഭാരതത്തെ സ്വയം പര്യാപ്തമാക്കി നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ അന്തസ്സാണത്. സുഹൃത്തുക്കളെ, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ലോകത്തിനത് കാണിച്ചു കൊടുത്തതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ സാമർഥ്യം എന്താണെന്ന്. നമ്മുടെ ശത്രുക്കൾക്ക് ഇത് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. ഭാരതം ഉപയോഗിക്കുന്നത് എന്തൊക്കെ ആയുധങ്ങളാണെന്ന്, ഇത് എന്ത് സാങ്കേതിക വിദ്യയാണ്, എന്ത് കഴിവാണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇക്കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയില്ലായിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇത്രയും വേഗത്തിൽ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നോ? നമുക്കറിയാൻ കഴിയില്ല. ഇത്തരം ഒരു അവസ്ഥ വന്നാൽ ആര് നമുക്ക് ആയുധം തരും, ആരൊക്കെ തരാതിരിക്കും, സമയത്തിന് ലഭിക്കുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ 10-11 വർഷമായി ആത്മാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ ഫലമായി മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികരുടെ കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു ചിന്തയുമില്ലാതെ, യാതൊരു തടസ്സവുമില്ലാതെ നമ്മുടെ സേന ശത്രുവിൻ്റെ മേൽ അവരുടെ പരാക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. 21ാം നൂറ്റാണ്ട് സാങ്കേതിക വിദ്യയുടെ നൂറ്റാണ്ടാണ്. ഏതൊക്കെ രാജ്യങ്ങൾക്കാണോ ഈ 21ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയിൽ മുന്നിലെത്താൻ കഴിഞ്ഞിട്ടുള്ളത്, ആ രാജ്യങ്ങൾ സാമ്പത്തികമായും ശക്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉദാഹരണത്തിന് സെമി കണ്ടക്ടർ മേഖലയെക്കുറിച്ച് മാത്രം പറയാം. ഞാൻ ഇന്ന് ഇവിടെ ഈ ചെങ്കോട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു സർക്കാരിനെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സത്യങ്ങൾ
നമ്മുടെ രാജ്യം അറിയണം, നമ്മുടെ രാജ്യത്തെ യുവാക്കൾ അറിയണം. നമ്മുടെ ഭാരതത്തിൽ ഏതാണ്ട് 50-60 വർഷം മുമ്പ് തന്നെ സെമി കണ്ടക്ടർ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയുള്ള ഫയലുകൾ ഓപ്പൺ ചെയ്തിരുന്നു. അതായത് 50-60 വർഷങ്ങൾക്ക് മുമ്പ് സെമി കണ്ടക്ടർ മേഖലയിൽ തന്നെ ഫാക്ടറികളെ കുറിച്ച് ചിന്തിച്ചിരുന്നു. പക്ഷേ എൻ്റെ യുവാക്കൾ ഇത് കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകും. ഇന്ന് സെമി കണ്ടക്ടർ മേഖലയിൽ വിജയിച്ച രാജ്യങ്ങൾ എത്രത്തോളം ധനികരായിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ 50-60 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ചിന്ത, സെമി കണ്ടക്ടർ മേഖലയെക്കുറിച്ചുള്ള ആ ചിന്തകൾ തന്നെ, ആ ഫയലുകൾ തന്നെ മുങ്ങിപ്പോയി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിൻ്റെ അർത്ഥം സെമി കണ്ടക്ടർ മേഖലയെ അന്ന് തന്നെ ഭ്രൂണഹത്യ ചെയ്തു എന്ന് പറയാം. ഭാരതത്തെ കുറഞ്ഞത് 50 വർഷമാണ് പിന്നിലേക്ക് തള്ളിയത്. നമ്മൾ ചിന്തിച്ചതിന് ശേഷം എത്രയോ പുതിയ രാജ്യങ്ങൾ സെമി കണ്ടക്ടർ മേഖലയിൽ വിപ്ലവകരമായ ഗവേഷണങ്ങൾ നടത്തി വിജയിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം സെമി കണ്ടക്ടർ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മിഷൻ മോഡോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. ഏതാണ്ട് 6ഓളം വിവിധതരം സെമി കണ്ടക്ടർ യൂണിറ്റുകൾ ഇന്ന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതുകൂടാതെ 4 പുതിയ സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ കൂടി ഞങ്ങൾ ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഈ രാജ്യത്തോടും ഈ രാജ്യത്തിൻ്റെ വരും തലമുറയോടും ഈ ലോകമാകെയുള്ള ഭാരതീയരോടും ഭാരതത്തെ ശ്രദ്ധിക്കുന്നവരോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം 2025 അവസാനത്തിനുള്ളിൽ, ഡിസംബറിനുള്ളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ, ഭാരതത്തിൽ നിർമ്മിച്ച ഭാരതീയരുണ്ടാക്കിയ അത്യന്താധുനിക മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ ലോകത്തിന്റെ വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തിയിരിക്കും. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി തരാൻ ആഗ്രഹിക്കുന്നു. ഊർജ മേഖല. നമുക്കെല്ലാവർക്കും അറിയാം, ഊർജ മേഖലയിൽ ഭാരതം മറ്റു പല വിദേശ രാജ്യങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും നമുക്ക് പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയേ പറ്റൂ. ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചാണ് നമ്മളത് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഊർജ മേഖലയിൽ ഭാരതം സ്വയം പര്യാപ്തമാകേണ്ടതിൻ്റെ ആവശ്യം വളരെയധികമാണ്. നമ്മളത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി നിശ്ചയിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു. സോളാർ എനർജിയിൽ കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഭാരതം കഴിഞ്ഞ കാലത്തേക്കാൾ 30 മടങ്ങ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പുതിയ ഡാമുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിനാണെങ്കിലും ക്ലീൻ എനർജിക്ക് വേണ്ടി നമ്മൾ എത്ര വലിയ സ്റ്റെപ്പ് എടുക്കാനും തയ്യാറാണെന്ന്. ഭാരതം ഇന്ന് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മിഷൻ ഗ്രീൻ ഹൈഡ്രജൻ എന്ന പദ്ധതിക്ക് വേണ്ടി. ഭാവിയിലേക്കുള്ള ഊർജം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാരതം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആണവോർജ മേഖലയിലും ഭാരതം വളരെ വലിയ ഇനിഷ്യേറ്റീവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആണവോർജ മേഖലയിൽ 10 പുതിയ ആണവ റിയാക്ടറുകൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2047 അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം നിശ്ചയിച്ചിരിക്കുന്ന 2047 ആണവോർജ മേഖലയിൽ ഭാരതം ഇന്നത്തെക്കാൾ 10 ഇരട്ടിയിലധികം വർധനവ് നേടിയെടുത്തിരിക്കും. ആ ദൃഢനിശ്ചയത്തിലാണ് പ്രവർത്തിക്കുന്നത്. സുഹൃത്തുക്കളെ, റിഫോം എന്നത് ഒരു നിരന്തര പ്രക്രിയയാണ്. കാലഘട്ടത്തിനനുസരിച്ച് അനുകൂല പരിസ്ഥിതിയിലാണെങ്കിലും പ്രതികൂല പരിസ്ഥിതിയിലാണെങ്കിലും നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കണം. ആണവോർജ മേഖലയിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ആണവോർജ ഉൽപാദന മേഖല നമ്മൾ അതുകൊണ്ടാണ് സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു നൽകിയത്. ലോകമാകെ എല്ലാ രാജ്യങ്ങളും ഇന്ന് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ തലയുയർത്തി നിന്നുകൊണ്ട് ഭാരതത്തിന് ഇങ്ങനെ പറയാൻ കഴിയും. ഭാരതം ഇങ്ങനൊരു തീരുമാനമെടുത്തിരുന്നു. 2030 ഭാരതം ക്ലീൻ എനർജിയുടെ ഉൽപാദനം 50% എത്തിക്കുമെന്ന്. 2030 ആ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഭാരതീയരുടെ, എൻ്റെ സഹോദരങ്ങളുടെ സാമർഥ്യം നോക്കൂ, അവരുടെ ആ ദൃഢനിശ്ചയം നോക്കൂ. വികസിത ഭാരതം നേടിയെടുക്കണമെന്നുള്ള എൻ്റെ ലക്ഷ്യത്തിന് അവർ നൽകുന്ന പിന്തുണ നോക്കൂ. എത്ര വേഗത്തിലാണ് അവർ എന്നോടൊപ്പം ഓടുന്നതെന്ന് നോക്കൂ. 2030 പൂർത്തിയാക്കണമെന്ന് ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ 50% ക്ലീൻ എനർജി ഉൽപ്പാദനമുണ്ടല്ലോ, 2025 തന്നെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ലോകത്തിനു മുമ്പിൽ നമ്മൾ ഭാരതം കാണിച്ചു കൊടുത്തു. 5 വർഷത്തിന് മുമ്പേ നമ്മൾ ആ ലക്ഷ്യം നേടിയെടുത്തിരിക്കുന്നു. നമ്മൾ പ്രകൃതിയോട് എത്രമാത്രം ഉത്തരവാദിത്തമുള്ള ജനതയാണെന്ന് ലോകത്തിനു കൂടി നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം
ഗ്ലോബൽ വാർമിംഗ് ഒഴിവാക്കാൻ ലോകത്തിന് വേണ്ടിയിട്ടാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ബജറ്റിലെ ഒരു പ്രധാന ഭാഗം, ഭൂരിഭാഗവും പെട്രോളും ഡീസലും ഗ്യാസും ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി ചെലവഴിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അങ്ങനെ നമുക്ക് നഷ്ടമാകുന്നത്. നമ്മൾ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തമാകുകയായിരുന്നെങ്കിൽ ഈ പണം നമുക്ക് നമ്മുടെ രാജ്യത്തിലെ യുവാക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമായിരുന്നു. ആ പണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കാമായിരുന്നു. ആ പണം നമ്മുടെ രാജ്യത്തെ കർഷകരുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. ആ പണം നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളുടെ അവസ്ഥ തന്നെ മാറ്റുന്നതിന് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് അത് വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഭാരതം ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തമാകേണ്ടതിന്റെ ആവശ്യകത ഞാൻ മുന്നോട്ട് വച്ചത്. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ സമുദ്ര പര്യവേഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. നമ്മുടെ രാജ്യത്തെ സമുദ്രത്തിനടിയിലുള്ള പെട്രോളിയവും ഗ്യാസും ഒക്കെ കണ്ടെത്താനുള്ള പര്യവേഷണത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഭാരതം നാഷണൽ ഡീപ്പ് വാട്ടർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നൊരു പുതിയ പദ്ധതി തന്നെ അതിനുവേണ്ടി തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. ഊർജ്ജ മേഖലയിൽ ഭാരതത്തിന് സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ക്രിട്ടിക്കൽ മിനറൽസിന്റെ പിന്നാലെയാണ്, ധാതുവിഭവങ്ങളുടെ പിന്നാലെയാണ്. മുൻകാലങ്ങളിൽ അതിനെക്കുറിച്ച് വലിയ ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ കഴിവ് മനസ്സിലാക്കിയെടുത്ത് എല്ലാ രാജ്യങ്ങളും അതിൻ്റെ പിന്നാലെയാണ്. നമ്മുടെ ഭാരതത്തിനും ക്രിട്ടിക്കൽ മിനറൽസിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ്. ഊർജ്ജ മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയാണെങ്കിലും പ്രതിരോധ മേഖലയാണെങ്കിലും സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലാണെങ്കിലും ഇന്ന് ക്രിട്ടിക്കൽ മിനറൽസിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പര്യവേക്ഷണത്തിന് വേണ്ടി നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഭാരതത്തിലാകെ 1200 മേഖലയിൽ നമ്മൾ ഖനനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കുറപ്പുണ്ട്, ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ മേഖലയിലും ഭാരതം സ്വയം പര്യാപ്തത നേടിയെടുത്തിരിക്കും അടുത്ത കാലത്ത് തന്നെ. സുഹൃത്തുക്കളെ, ബഹിരാകാശ മേഖലയിൽ ഭാരതത്തിൻ്റെ വിജയം ഇന്ന് ലോകമാകെ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് പറയാം, നമ്മുടെ ഭാരതത്തിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് നിന്നുകൊണ്ട് എന്നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ബഹിരാകാശ മേഖലയിലും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗഗൻയാൻ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം കഴിവ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമ്മുടേതായ ബഹിരാകാശ നിലയവും നമ്മൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ്. എനിക്ക് തീർച്ചയായും വളരെയധികം അഭിമാനമുണ്ട് ഇത് പറയുന്നതിൽ. ഇന്ന് ബഹിരാകാശ മേഖലയിൽ മാത്രം 300ഓളം സ്റ്റാർട്ടപ്പുകൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 300ഓളം സ്റ്റാർട്ടപ്പുകൾ. 300 സ്റ്റാർട്ടപ്പുകളിൽ ആയിരക്കണക്കിന് യുവാക്കൾ അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഭാരതത്തിലെ യുവാക്കളുടെ ശക്തിയും കരുത്തും കഴിവും. നമ്മുടെ രാജ്യത്തെ യുവാക്കളോട്, യുവ ശാസ്ത്രജ്ഞരോട്, യുവ സാങ്കേതിക വിദഗ്ധരോട്, നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലയിലുമുള്ള പ്രൊഫഷണൽസിനോട്, മാത്രമല്ല സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളോടും എൻ്റെ ആഹ്വാനം ഇതാണ്: നമ്മുടെ സ്വന്തം, നമ്മുടെ ഭാരതം നിർമ്മിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ട ജെറ്റ് എൻജിൻ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ ഫാർമ സെക്ടറിൽ രാജാക്കന്മാരാണ്. കോവിഡ് സമയത്ത് മാത്രമല്ല, വാക്സിൻ മേഖലയിൽ നമ്മൾ നമ്മളുടെ ശേഷി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ യുവാക്കൾ ഇനിയും കഠിനമായി പരിശ്രമിക്കണം. കൂടുതൽ ഗവേഷണങ്ങൾ ചെയ്യണം. പുതിയ പേറ്റന്റുകൾ നേടിയെടുക്കണം. ലോകത്തിലാകെയുള്ള മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ശക്തമായ മരുന്നുകൾ ഏറ്റവും വിലക്കുറവിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളത് നിങ്ങൾ കണ്ടെത്തണം. സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്. ബയോ 3 പോളിസി ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വരൂ, നിങ്ങൾ ആത്മാർത്ഥ പരിശ്രമിക്കൂ. സൈഡ് എഫക്റ്റ് കുറവുള്ള, വിലക്കുറവുള്ള, ശക്തി കൂടുതലുള്ള മരുന്നുകൾ നിങ്ങൾ കൂടുതൽ ഗവേഷണത്തിലൂടെ കണ്ടെത്തണം. രാജ്യത്തിൻ്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. നമുക്ക് വലിയ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങളുടെ സഹകരണവും സഹായവും ആവശ്യമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമാണ്, ഡേറ്റയുടെ കാലമാണ്. സമയമായിരിക്കുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതൽ
സൈബർ സുരക്ഷ വരെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും ഭാരതത്തിൻ്റെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ആ മേഖലയിൽ ഭാരതത്തിന് ശക്തി തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഭാരതത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഭാരതത്തിന് വേണ്ടി നിങ്ങളുടെ ശക്തി ഉപയോഗിക്കേണ്ട സമയമായിരിക്കുന്നു. സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയ തന്നെ ഇന്ന് നമ്മുടെ ഇത്രയും വലിയ രാജ്യം മറ്റു രാജ്യം ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ്. നമ്മളുടെ UPI ടെക്നോളജി ലോകത്തെ തന്നെ അമ്പരപ്പെടുത്തിയതാണ്. ഇന്ന് ലോകത്താകെയുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ 50% നടക്കുന്നത് ഭാരതത്തിലാണ്, ഭാരതത്തിൻ്റെ സ്വന്തം ടെക്നോളജിയിലാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് കഴിവുണ്ട്, നമ്മുടെ രാജ്യത്തിന് കഴിവുണ്ട് എന്ന് തന്നെയാണ്. ക്രിയേറ്റീവ് വേൾഡിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏത് ഡിജിറ്റൽ മേഖലയിലാണെങ്കിലും ഞാൻ ഭാരതത്തിലെ യുവാക്കൾക്ക് മുമ്പിൽ ഇത് വെല്ലുവിളിയായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആ മേഖല കീഴടക്കണം. എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം മെയ്ഡ് ഇൻ ഇന്ത്യ പ്ലാറ്റ്ഫോം അവിടേക്ക് ഉണ്ടാക്കിക്കൂടാ? എന്തിന് നമ്മുടെ ജനങ്ങളുടെ പണം മറ്റുള്ളവർക്ക് കൊടുക്കണം? നമുക്ക് എന്തുകൊണ്ട് അക്കാര്യത്തിൽ സ്വയം പര്യാപ്തരായിക്കൂടാ? എനിക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ട്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഊർജ്ജ മേഖലയിൽ ഭാരതം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള ഫെർട്ടിലൈസേഴ്സ്, വളം, അതിനും നമ്മൾ പല രാജ്യങ്ങളെയും ആശ്രയിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ഭാരതം തയ്യാറാക്കിയ സ്വന്തം വളം ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ ഭൂമി ദേവിയെ കൂടുതൽ ശക്തമായി സുരക്ഷിതമായി സംരക്ഷിക്കാനും കഴിയും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഒരുപാട് രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭൂമി ദേവി തന്നെയാണ് ദുസ്സഹയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യത്തെ യുവാക്കളോട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളോട്, ഈ രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളോട് വളം മേഖലയിലും നമ്മൾ സ്വയം പര്യാപ്തരാകേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളെ എന്നും ഇങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ഇനിയും പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തണം. ഭാരതത്തിന്റെ ഭൂമിക്ക് ഉതകുന്ന തരത്തിലുള്ള വളങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. നമ്മുടെ കർഷക സഹോദരങ്ങൾക്ക് നിങ്ങൾ പ്രയോജനപ്രദമാകണം. സുഹൃത്തുക്കളെ, ഇനി വരുന്ന കാലം EVയുടെ കാലമാണ്. അതിന്റെ ഏറ്റവും അടിസ്ഥാനം ബാറ്ററിയാണ്. എന്താണ് ബാറ്ററി നമുക്കുണ്ടാക്കാൻ കഴിയില്ലേ? സോളാർ പാനലാണെങ്കിലും ഇലക്ട്രിക് വെഹിക്കിളിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമുക്കത് ഭാരതത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ലേ? ഈ മേഖലയിലെല്ലാം നമ്മൾ സ്വയം പര്യാപ്തരാകേണ്ടതുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ നിങ്ങളോട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഈ രാജ്യത്തെ യുവാക്കളുടെ കഴിവിൽ വിശ്വാസമുണ്ട്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം കോവിഡ് സമയത്ത് പോലും നമ്മൾ പല കാര്യങ്ങളിലും പല രാജ്യങ്ങളെയും ആശ്രയിച്ചിരുന്നു. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞു, എൻ്റെ രാജ്യത്തെ യുവാക്കളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന് നമ്മുടേതായ വാക്സിൻ ഉണ്ടാക്കണമെന്ന്, അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കണമെന്ന്. അവരത് കേട്ടു, പരിശ്രമിച്ചു, വിജയിച്ചു. നമ്മൾ വാക്സിൻ ഉണ്ടാക്കി മറ്റ് ലോകരാജ്യങ്ങൾക്ക് കൂടി കൊടുക്കുന്ന തരത്തിൽ നമ്മൾ ആ മേഖലയിൽ ശക്തിപ്പെട്ടു. കോവിൻ പ്ലാറ്റ്ഫോം നമ്മളുടെ സ്വന്തമായിട്ടുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ രാജ്യ ചെറുപ്പക്കാർ അത് ചെയ്തു കാണിച്ചു. ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ ആവേശമുണ്ടല്ലോ, ആ ഊർജമുണ്ടല്ലോ, അതിനിയും നിങ്ങൾ പ്രകടിപ്പിക്കണം. നമ്മുടെ ഭാരതം, നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തമാകേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ, നിങ്ങളുടെ ബെസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾക്കത് കഴിയും. കഴിഞ്ഞ 11 വർഷത്തിൽ എന്റർപ്രണർഷിപ്പ് മേഖലയിൽ അതിന് ശക്തി പകരാൻ ഈ സർക്കാർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്തിലെ സിറ്റികളിൽ മാത്രമല്ല, ടയർ 2, ടയർ 3 സിറ്റികളിൽ, ഗ്രാമങ്ങളിൽ പോലും ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ മറ്റൊരു പരിശ്രമത്തിൻ്റെ ഫലമായി മുദ്രാ യോജന പ്രകാരം കോടിക്കണക്കിന് യുവാക്കൾ, പ്രത്യേകിച്ചും സഹോദരിമാർ, പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുദ്രാ യോജന പ്രകാരം സംരംഭങ്ങൾ തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന തരത്തിലേക്ക് തൊഴിൽ ദാതാവായി മാറിയിരിക്കുന്നു യുവാക്കൾ. തീർച്ചയായും മുദ്രാ യോജന പ്രകാരം ഉണ്ടാക്കിയ ഓരോ സംരംഭങ്ങളും ഭാരതത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സ്ത്രീകളുടെ സ്വയം സഹായ സംഘം ആരും അതിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിൽ എൻ്റെ സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന പ്രകാരം അവർ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് രാജ്യത്തെ സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ലോകമാകെ വിറ്റഴിക്കുന്നത്. ഞാനൊരിക്കൽ മൻ കി ബാത്തിൽ കളിപ്പാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ കളിപ്പാട്ടങ്ങൾ ഭാരതം ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നമ്മുടെ രാജ്യത്തെ യുവാക്കളോട് പറഞ്ഞിരുന്നു, നമ്മൾ എന്തിനാണ് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നത്? നമുക്കെന്താ സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എനിക്കിന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഇന്ന് വിദേശത്ത് നിന്ന് കളിപ്പാട്ടങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല,
നമ്മുടെ രാജ്യം ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കളിപ്പാട്ടങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ രാജ്യത്തിൻ്റെ സാമർഥ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ കഴിവ്. അതിലെനിക്ക് വിശ്വാസമുണ്ട്. അവസരം കൃത്യമായി ലഭിച്ചാൽ, അവരുടെ തടസ്സങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ, അവരുടെ ബെസ്റ്റ് പുറത്തെടുക്കുന്നതിന് വേണ്ടി സർക്കാർ പിന്തുണ കൊടുത്താൽ അവർ വിജയിച്ച് കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ രാജ്യത്തെ യുവതിയുവാക്കളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഇന്നൊവേറ്റീവ് ഐഡിയയുമായി നിങ്ങൾ വരൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങളെ ഒരിക്കലും മരിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ആശയങ്ങളും ഒരുപക്ഷെ വരും തലമുറയുടെ ഭാവി നിർണ്ണയിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ്. നിങ്ങളുടെ സുഹൃത്തിനെ പോലെ നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ വരൂ, തൻ്റെ ഇടം കാണിക്കൂ, ധൈര്യം കാണിക്കൂ, ഇനിഷ്യേറ്റീവ് എടുക്കൂ. മാനുഫാക്ചറിംഗ് മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്ന യുവാക്കൾ മുന്നോട്ട് വരൂ. സർക്കാരിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ എന്നോട് പറയൂ, ഞാൻ മാറ്റിത്തരാം. നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിരിക്കും. രാജ്യത്തിന് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. 2047 അധികം ദൂരെയല്ല. ഓരോ നിമിഷങ്ങൾക്കും അതിൻ്റെതായ വിലയുണ്ട്. ഞാൻ ഒരു നിമിഷം പോലും വെറുതെ കളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും ഒരു നിമിഷം പോലും വെറുതെ കളയരുത്. സുഹൃത്തുക്കളെ, ഇത് മുന്നോട്ട് പോകാനുള്ള അവസരമാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള അവസരമാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരമാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും നമുക്ക് പുതിയ വിജയ ചരിത്രം രചിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഇന്ന് മാനുഫാക്ചറിംഗ് മേഖലയിൽ വളരെ വേഗതയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ MSME സെക്ടർ, ചെറുകിട നിർമ്മാണ മേഖല ഇന്ന് വളരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോകമാകെയുള്ള വലിയ വലിയ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഇന്ന് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അത് പോരാ. ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ നിർമ്മിക്കുന്ന സാധനങ്ങൾ എത്തണം. അതുകൊണ്ട് നമ്മുടെ നിർമ്മാണങ്ങളിൽ ക്വാളിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. കാരണം ലോകത്തിന് ആവശ്യമുള്ളത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അതിനാവശ്യമായ റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ നിങ്ങളോടൊപ്പം നിൽക്കും. നിങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനു വേണ്ടതെല്ലാം സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. പക്ഷേ നിങ്ങൾ കൂടുതൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. എനിക്ക് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട മുദ്രാവാക്യം ഇതായിരിക്കണം: വില കുറവ്, ശക്തി കൂടുതൽ. നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലക്ഷ്യം അതായിരിക്കണം. ദാം കം ദം ജ്യാദ. വില കുറവായിരിക്കണം, ശക്തി കൂടുതലായിരിക്കണം. സുഹൃത്തുക്കളെ, എനിക്ക് ദീർഘകാലം സർക്കാരുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ എല്ലാ രീതികളും എനിക്കറിയാം. സർക്കാരിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കറിയാം. സുഹൃത്തുക്കളെ, എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലം കൂടുതൽ പ്രാധാന്യം നൽകിയത് റിഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്ന മേഖലയിലായിരുന്നു. എന്നാൽ ഇനിയുള്ള കാലം നിരവധി കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നിരവധി റിഫോമുകൾ കൊണ്ടുവന്നു. അത് വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇൻഷുറൻസ് മേഖലയിലാണെങ്കിലും, വിദേശ സർവകലാശാലകളെ ഭാരതത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും നിരവധി റിഫോമുകൾ നമ്മൾ ചെയ്തു. ഏതാണ്ട് 4000-ലധികം അനാവശ്യമായ കംപ്ലയിൻസുകൾ നമ്മൾ ഒഴിവാക്കി. അതുമാത്രമല്ല, ഏതാണ്ട് 1500-ലധികം കാലഹരണപ്പെട്ട നിയമങ്ങൾ നമ്മൾ പൊളിച്ചെഴുതി. ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, കൂടുതൽ സരളമാക്കുന്നതിന് വേണ്ടി നിരവധി നിയമങ്ങൾ നമ്മൾ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പൊളിച്ചെഴുതി. ഈ അടുത്ത് തന്നെ ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇൻകം ടാക്സ് മേഖലയിൽ വളരെ വലിയ പൊളിച്ചെഴുത്താണ് നമ്മൾ നടത്തിയത്. 280-ലധികം അനാവശ്യമായ ആർട്ടിക്കിളുകൾ നമ്മൾ ഒഴിവാക്കി. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സാധാരണക്കാരുടെ, ഭാരതീയരുടെ ജീവിതം കൂടുതൽ സരളമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിരവധി റിഫോംസ് കൊണ്ടുവന്നു. അത്തരം റിഫോമിൻ്റെ പരിണാമമാണ് ഇൻകം ടാക്സ് റീഫണ്ടുകൾ വളരെ വേഗത്തിലാക്കിയത്. 12 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് വരെ ഇന്ന് ഇൻകം ടാക്സ് വേണ്ട എന്നുള്ള തീരുമാനം. തീർച്ചയായും അത് മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് വളരെ വലിയ ആശ്വാസമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് സീറോ ഇൻകം ടാക്സ് എന്നത് പലരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ നമ്മൾ തുടർന്നിരുന്ന ഇന്ത്യൻ പീനൽ കോഡ്, കഴിഞ്ഞ 75 വർഷമായി നമ്മൾ സഹിച്ചുകൊണ്ടിരുന്ന പീനൽ കോഡ് നമ്മൾ ഒഴിവാക്കി ഭാരതീയ ന്യായ സംഹിത നടപ്പിലാക്കി. ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ പൗരന്മാരെ ശിക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത ഭാരതീയരെ രക്ഷിക്കാൻ വേണ്ടി ഭാരതീയരുണ്ടാക്കിയതാണ്.
സുഹൃത്തുക്കളെ, രാജ്യത്തെ വളരെ വേഗം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ മാറ്റങ്ങളും ഈ രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഈ ഭാരതീയർക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ എനിക്ക് വേണ്ടി ഒരു മാറ്റവും ഞാൻ വരുത്താറില്ല. ഞാൻ ഒരാളെയും ശിക്ഷിക്കുന്നതിന് വേണ്ടിയും ഒരു മാറ്റവും കൊണ്ടുവരാറില്ല. എൻ്റെ എതിർപക്ഷത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാർ പോലും എന്നോടൊപ്പം വന്നു ചേർന്ന് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാത്രയിൽ പങ്കുചേരണമെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി ചില റിഫോംസ് കൂടി നമ്മൾ വരുത്താൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നമ്മൾ നിർണയിച്ചിട്ടുണ്ട്. ഈ ടാസ്ക് ഫോഴ്സ് കൃത്യമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ജോലി പൂർത്തിയാക്കണം. ഇന്നത്തെ കാലത്തിൻ്റെ നിയമം, രീതികൾ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം 21ാം നൂറ്റാണ്ടിനനുസരിച്ച് ലോകമാകെയുള്ള എല്ലാ രാജ്യങ്ങളിലെയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അനുകൂലമായ സാഹചര്യത്തിൽ ഭാരതം 2047 വികസിത ഭാരതമാകുമ്പോൾ എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഈ നൂറ്റാണ്ടിൻ്റെ രീതിയിൽ നിയമങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി പൊളിച്ചെഴുതാൻ പോകുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൽ വളരെ ചെറിയ തെറ്റുകൾ ചെയ്യുന്നതിന് പോലും ജയിൽ ശിക്ഷ നൽകുന്ന തരത്തിലുള്ള നിയമങ്ങളുണ്ട്. നിങ്ങൾ കേട്ടാൽ അമ്പരന്ന് പോകും. ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അതിൻ്റെ പിന്നാലെയാണ്. വളരെ ചെറിയ കുറ്റങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ സ്വന്തം പൗരന്മാരെ പിടിച്ച് ജയിലിലിടുന്ന തരത്തിലുള്ള ആ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതാൻ പോവുകയാണ്. അതിനുവേണ്ടി നിയമങ്ങൾ നമ്മൾ പാർലമെന്റിൽ ഇതിനു മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയും കൊണ്ടുവരും. സുഹൃത്തുക്കളെ, ഈ വരുന്ന ദീപാവലി നിങ്ങൾക്ക് ഡബിൾ ദീപാവലി ആക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ദീപാവലിക്ക് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരു വളരെ വലിയ സമ്മാനം ലഭിക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷമായി നമ്മൾ GSTയിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. രാജ്യമാകെ ഒരൊറ്റ നികുതി ക്രമത്തിൽ കൊണ്ടുവന്ന് നിരവധി നികുതികൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ടാക്സ് വ്യവസ്ഥയിലെ നിയമങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട്. 8 വർഷത്തിന് ശേഷം ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് റിവ്യൂ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ ഒരു ഹൈ പവർ കമ്മിറ്റിയുടെ സഹായത്തോടെ റിവ്യൂ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുമായി ചർച്ചയും സംവാദവും നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, എനിക്കിവിടെ പറയാൻ സന്തോഷമുണ്ട്. നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ GST റിഫോംസ് കൊണ്ടുവരികയാണ്. തീർച്ചയായും അത് ഈ വരുന്ന ദീപാവലിക്ക് മുമ്പ് നടപ്പിലാവും. നിങ്ങൾക്ക് ആശ്വാസമാകും. സാധാരണ ജനങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങളുടെ നികുതി വളരെ വലിയ രീതിയിൽ കുറയ്ക്കാൻ പോവുകയാണ്. തീർച്ചയായും അതിൻ്റെ നേട്ടം എല്ലാവർക്കും ലഭിക്കും. പ്രത്യേകിച്ചും ചെറുകിട ഉൽപാദന മേഖലയിലുള്ളവർക്കും ചെറുകിട വ്യാപാര മേഖലയിലുള്ളവർക്കും കൂടുതൽ ഗുണം ലഭിക്കും. ദൈനംദിന അവശ്യ സാധനങ്ങളുടെ വില തീർച്ചയായും കുറയും. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ഓട്ടത്തിലാണ്. നമ്മൾ 3ാം സ്ഥാനത്തിൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ 3ാം സ്ഥാനം നേടിയെടുക്കുകയും ചെയ്യും. എനിക്ക് തീർച്ചയായും ഉറച്ച വിശ്വാസമുണ്ട്. ഈ ചെങ്കോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആ സന്തോഷ വർത്താനം എനിക്ക് തന്നെ നിങ്ങളോട് പറയാൻ കഴിയുമെന്ന്. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരതത്തിൻ്റെ സാമ്പത്തിക ശേഷി കൊണ്ടും സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടും പല രാജ്യങ്ങളും ആശ്വസിക്കുന്നുണ്ട്. ലോകമാകെ പല രാജ്യങ്ങളും അസ്ഥിരമായിരിക്കുമ്പോഴും ഭാരതത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കം, ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത, ഈ അവസ്ഥയിലും ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ച, അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഭാരതത്തിൻ്റെ മേലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പം വളരെ കുറവാണ്. അതേസമയം നമ്മുടെ വിദേശ നിക്ഷേപം വളരെ കൂടുതലാണ്. നമ്മുടെ മൈക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റർ വളരെ സ്ഥിരതയോടുകൂടി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാ സാമ്പത്തിക ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളും ഭാരതത്തിൻ്റെ വളർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളിലെയും സാമ്പത്തിക സ്ഥിതി താഴേക്ക് പോകുമ്പോൾ ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ചയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഈ നേട്ടം ഭാരതത്തിലെ സാധാരണക്കാർക്ക് തന്നെ ലഭിക്കും. നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ലഭിക്കും. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ലഭിക്കും. നമ്മുടെ രാജ്യത്തെ സ്ത്രീ സഹോദരങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ രാജ്യത്തെ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽ ലഭിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് കൂടുതൽ ശക്തി പകരും. സ്കിൽ ഡെവലപ്മെൻറ്റ്, തൊഴിൽ മേഖല, ഇൻറ്റേൺഷിപ്പ്, ഈ മേഖലയിൽ വളരെ വലിയൊരു വിപ്ലവം ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്തെ യുവതീയുവാക്കൾക്ക് കൂടി ഒരു സന്തോഷ വാർത്ത എനിക്കിവിടെ നിന്ന് പറയാനുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 15 ഈ സ്വാതന്ത്ര്യദിനം മുതൽ നമ്മുടെ രാജ്യത്തെ യുവതീയുവാക്കൾക്ക് വേണ്ടി
1,00,000 കോടി രൂപയുടെ ഒരു പദ്ധതി തുടങ്ങി വെക്കുകയാണ് ഇന്ന് തന്നെ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന ഇന്ന് ഈ ഓഗസ്റ്റ് 15-ന് തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം ഇന്ന് മുതൽ ഈ രാജ്യത്ത് ആദ്യമായി തൊഴിൽ ലഭിക്കുന്ന യുവകൾക്ക് 15,000 രൂപ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നൽകുന്നതായിരിക്കും. കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക സഹായം ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന തീർച്ചയായും ഭാരതത്തിലെ ഏതാണ്ട് 3 കോടിയോളം യുവകൾക്ക് സഹായകരമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ ശേഷി തീർച്ചയായും ഭാരതത്തിലെ സ്ത്രീകൾക്കാണ് ഗുണപ്രദമാകുന്നത്. പക്ഷേ ഭാരതത്തെ ഈ രീതിയിൽ സാമ്പത്തികമായി വളർത്തുന്നതിന് വേണ്ടിയുള്ള പിന്തുണ നൽകുന്നതിലും ഭാരതത്തിന്റെ സ്ത്രീ ശക്തി നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മേഖലയിലാണെങ്കിലും, സ്പേസ് സെക്ടറിലാണെങ്കിലും, ആരോഗ്യ മേഖലയിലാണെങ്കിലും, കായിക മേഖലയിലാണെങ്കിലും എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, നമ്മുടെ രാജ്യത്തിന്റെ നാരീശക്തി തോളോട് തോൾ ചേർന്ന് നിന്ന് ഞങ്ങൾ മുന്നിൽ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. ഭാരതത്തിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ ആദ്യത്തെ ലേഡി ബാച്ച് പുറത്തിറങ്ങിയപ്പോൾ രാജ്യം ആഘോഷിക്കുകയായിരുന്നു. TV ചാനലിലും ചർച്ചകളിലുമെല്ലാം അവരെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് ആഘോഷിക്കുകയായിരുന്നു. രാജ്യം അഭിമാനിക്കുകയായിരുന്നു. സ്ത്രീകളുടെ സ്വയം സഹായ സംഘം 10 കോടിയിലധികം സ്ത്രീകളുടെ സ്വയം സഹായ സംഘമാണ് ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. നമോ ഡ്രോൺ ദീദി എന്ന പ്രോഗ്രാം ഭാരതത്തിൻ്റെ സ്ത്രീ ശക്തിക്ക് കൂടുതൽ കരുത്ത് നൽകി. ഇന്ന് ഗ്രാമങ്ങളിൽ ഡ്രോൺ പറപ്പിക്കുന്ന ജോലികൾ ചെയ്യുന്ന സ്ത്രീകളെ പൈലറ്റ് എന്നാണ് ഗ്രാമവാസികൾ വിളിക്കുന്നത്. വളരെ അഭിമാനത്തോടുകൂടിയാണ് അവരത് പറയുന്നത്. അധികം വിദ്യാഭ്യാസമുള്ള ആളുകളല്ല, സാധാരണക്കാരാണ്. സുഹൃത്തുക്കളെ, നമോ ഡ്രോൺ ദീദി പ്രോഗ്രാം പ്രകാരം 3 കോടി ഗ്രാമീണ സ്ത്രീകളെ ലക്ഷാധിപതിയാക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇന്നെനിക്കിവിടെ പറയുന്നതിൽ അഭിമാനമുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ 3 കോടി ഗ്രാമീണ സ്ത്രീകൾ ലക്ഷാധിപതികളായി കഴിഞ്ഞിരിക്കും. കാരണം ഇന്ന് ഞാൻ പറയട്ടെ, 2 കോടിയിൽ പരം ഗ്രാമീണ സ്ത്രീകൾ നമോ ഡ്രോൺ ദീദി പ്രോഗ്രാം വഴി ലക്ഷാധിപതികളായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ കുറച്ച് ലക്ഷാധിപതികളായ ഡ്രോൺ ദീദി പൈലറ്റുമാർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇതാണ് എൻ്റെ രാജ്യത്തിൻ്റെ കഴിവ്, എൻ്റെ രാജ്യത്തിൻ്റെ കരുത്ത്. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ സാമ്പത്തിക ശക്തിയിൽ നമ്മുടെ രാജ്യത്തെ കാർഷിക സഹോദരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഭാരതത്തിൻ്റെ കർഷകരുടെ കഠിനാധ്വാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ വർഷത്തെ ധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ കണക്കെടുത്താൽ പഴയ കാലത്തെ എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് അവർ 1-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ രാജ്യത്തിൻ്റെ കഴിവ്, കരുത്ത്. മുൻകാലങ്ങളുണ്ടായിരുന്ന അതേ ഭൂമി തന്നെയാണ്. പക്ഷേ വ്യവസ്ഥകളിൽ മാറ്റം വന്നു. കൂടുതൽ ഭൂമികളിൽ ജലമെത്തി, ജലം ഉപയോഗിക്കുന്ന രീതികൾ മാറി, നല്ല മാതൃകാ വിത്തുകൾ ലഭിച്ചു, നല്ല പദ്ധതികളുണ്ടായി. അതിനൊപ്പം അവരുടെ കഠിനാധ്വാനവും അവരുടെ കഴിവും അവരുടെ സാമർഥ്യവും രാജ്യത്തെ കൂടുതൽ നല്ല നിലയിലേക്ക് വളർത്തുകയാണ്. ഇന്ന് ഭാരതം ദാൽ, പയർ, പരിപ്പ് വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്തായിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫിഷ് ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ 2-ാം സ്ഥാനത്ത് ഭാരതമാണ്. നമ്മുടെ ഭാരതത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കരുത്ത് നോക്കൂ, അവരുടെ സാമർഥ്യം നോക്കൂ. ഇന്ന് അരിയുടെ ഉൽപ്പാദനത്തിൽ, ഗോതമ്പിന്റെ ഉൽപ്പാദനത്തിൽ, പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ ഭാരതം ലോകത്തിൽ 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. നമ്മുടെ ഭാരതത്തിലെ കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ന് ലോകമാകെയുള്ള മാർക്കറ്റുകളിൽ വിൽക്കപ്പെടുന്നുണ്ട്. 4 ലക്ഷം കോടി രൂപയുടെ അഗ്രോ പ്രൊഡക്റ്റുകളാണ് ഭാരതം കയറ്റുമതി ചെയ്തത്. ഇതാണ് എൻ്റെ കർഷക സഹോദരങ്ങളുടെ കരുത്ത്. ചെറിയ കർഷകരാണെങ്കിലും, മൃഗപരിപാലകരാണെങ്കിലും, മത്സ്യത്തൊഴിലാളികളാണെങ്കിലും രാജ്യത്തിൻ്റെ പുരോഗതിയുടെ, സാമ്പത്തിക ശേഷിയുടെ ഒരു വിഹിതം അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. PM കിസാൻ സമ്മാൻ നിധി വഴിയാണെങ്കിലും, കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയാണെങ്കിലും, റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് പദ്ധതിയാണെങ്കിലും, ജലസേചന ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതികൾ പ്രകാരമാണെങ്കിലും, ക്വാളിറ്റിയുള്ള വിത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, വളങ്ങൾ നൽകുന്ന കാര്യത്തിലാണെങ്കിലും, അതിൽ സബ്സിഡി നൽകുന്ന കാര്യത്തിലാണെങ്കിലും കർഷകരെ സഹായിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഈ സർക്കാർ ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യമാണ് ഫസൽ ബീമാ യോജന ഇൻഷുറൻസ് പദ്ധതി. അത് നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് കൂടുതൽ ധൈര്യം നൽകിയ ഒരു പദ്ധതിയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ മൃഗപരിപാലന മേഖല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കോവിഡ് കാലത്തെ വാക്സിൻ വിപ്ലവം, അതുപോലെ തന്നെ മൃഗപരിപാലന മേഖലയിലും
നമ്മൾ സൗജന്യ വാക്സിൻ നൽകി. ഒന്നും രണ്ടുമല്ല, 150 കോടി വാക്സിനുകൾ. മൃഗങ്ങൾക്ക് സാധാരണ വരാറുള്ള കുളമ്പ് രോഗം ഇല്ലാതാക്കുന്നതിനുള്ള വാക്സിനാണ്. 150 കോടി ഡോസ് സൗജന്യമായി കർഷകർക്ക് വേണ്ടി സർക്കാർ ചെയ്തു കൊടുത്തു. കാർഷിക മേഖലയിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാത്ത 100 ജില്ലകളുണ്ട്. പല പല കാരണങ്ങൾ കാരണം. ഭൂമി കുറവായത് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ജലലഭ്യത കുറവായത് കാരണമായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളാൽ കാർഷിക മേഖലയിൽ മുന്നോട്ട് വരാൻ കഴിയാത്ത 100 ജില്ലകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായ ഒരു പദ്ധതി തയ്യാറാക്കി. അത്തരം ജില്ലകളിൽ കാർഷിക വൃത്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അത്തരം ജില്ലയിലെ കർഷകർക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളൊരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി. PM ധനധാന്യ കൃഷി യോജന. പല കാരണങ്ങളാൽ കാർഷിക മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന 100 ജില്ലകളിലെ കർഷകർക്ക് പ്രത്യേകമായി ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കുമ്പോൾ മറ്റ് ജില്ലകളിലെ കർഷകരോടൊപ്പം അവർക്കും ഉയർന്നു വരാൻ കഴിയും. അതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ കർഷകർ, ഭാരതത്തിലെ മൃഗപരിപാലന ജോലി ചെയ്യുന്നവർ, ഭാരതത്തിലെ മത്സ്യത്തൊഴിലാളികൾ, ഇവർ എൻ്റെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയാണ്. ഭാരതത്തിലെ കർഷകർ, ഭാരതത്തിലെ മത്സ്യത്തൊഴിലാളികൾ, ഭാരതത്തിലെ മൃഗപരിപാലന ജോലി ചെയ്യുന്നവർ, അവരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് അഹിതമായിട്ടുള്ള എന്ത് കാര്യം വന്നാലും അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് മുമ്പിൽ ഒരു വൻമതിൽ പോലെ കോട്ട കെട്ടിയവരെ സംരക്ഷിക്കാൻ മോദി ഉണ്ടായിരിക്കും, എന്നും ഉണ്ടായിരിക്കും. ഭാരതത്തിലെ സ്വന്തം കർഷകരുടെ, സ്വന്തം മത്സ്യത്തൊഴിലാളികളുടെ, സ്വന്തം മൃഗപരിപാലന ജോലി ചെയ്യുന്നവരുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന ഒരു കരാറിലും ഒപ്പിടില്ല, ആർക്കു മുമ്പിലും തല കുനിക്കുകയുമില്ല. സുഹൃത്തുക്കളെ, ദാരിദ്ര്യം എന്താണെന്ന് എനിക്ക് പുസ്തകം വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കുട്ടിക്കാലത്ത് ഞാൻ ധാരാളം അത് അനുഭവിച്ചിട്ടുണ്ട്. ദീർഘകാലം സർക്കാരിലും ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ശ്രമം എപ്പോഴും സർക്കാർ ഫയലുകളിലാവരുത് ജീവിക്കേണ്ടത് എന്ന് തന്നെയാണ്. സർക്കാർ എന്നത് അവരവരുടെ നാട്ടിലെ പൗരന്മാരുടെ ജീവിതത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ഫയൽ മേ നഹി ലൈഫ് മേ ഹോന ചാഹിയെ സർക്കാർ. ദളിതരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ദരിദ്രരാണെങ്കിലും ആദിവാസികളാണെങ്കിലും ആരാണെങ്കിലും ഒരു സർക്കാർ ആ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി, ആ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ആ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത്. എപ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ തീരുമാനവും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ചിന്തകളും അത്തരത്തിൽ തന്നെ ആയിരിക്കും. ആ രീതിയിൽ മാത്രമാണ് ഞാൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില ആളുകൾ പറയുന്നുണ്ടാവും, ഈ പദ്ധതികളെല്ലാം നേരത്തെയും ഉണ്ടായിരുന്നല്ലോ എന്ന്. ശരിയാണ്, നേരത്തെയും പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സർക്കാർ ഈ പദ്ധതികൾ നേരിട്ട് അവർക്ക് ഫലപ്രാപ്തി ഉണ്ടാക്കുന്ന തരത്തിൽ മണ്ണിൽ എത്തിച്ചു കൊടുക്കുകയാണ്, അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്, അവരിൽ നേരിട്ട് മാറ്റം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഓരോ പദ്ധതികളും. ഉദാഹരണത്തിന് ജൻധൻ അക്കൗണ്ട്, അത് വെറുമൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് മാത്രമല്ല, അവർക്കൊരു സ്വാഭിമാനം ലഭിക്കുന്നുണ്ട്. ബാങ്കിന്റെ വാതിൽ എനിക്ക് വേണ്ടിയും തുറക്കുന്നു എന്നുള്ള അവന്റെ ആത്മാഭിമാനം. ബാങ്കിനകത്ത് കയറി ടേബിളിന്റെ പുറത്തിൽ കൈവച്ച് അവരുടെ അക്കൗണ്ടിലെ കാര്യങ്ങൾ പരിശോധിക്കുന്നു. അവന്റെ ആത്മാഭിമാനമാണ് അവിടെ ഉയർന്നത്. കേവലം ഒരു ബാങ്ക് അക്കൗണ്ട് അല്ല ജൻധൻ. ആയുഷ്മാൻ ഭാരത്, നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ കുടുംബത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കുന്നത്, അതും ക്യാഷ്ലെസ് ആയി. രാജ്യത്തെവിടെയും ഏത് ഹോസ്പിറ്റലിലും ചികിത്സ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റം അവർക്ക് എത്ര വലിയ സഹായമാണ് നൽകിയത്. PM ആവാസ് യോജന പദ്ധതി പ്രകാരം 4 കോടി കുടുംബങ്ങൾക്കാണ് വീട് ലഭിച്ചത്. വീടെന്ന് പറഞ്ഞാൽ വെറും 4 ചുവരുകൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മൾ പൂർത്തിയാക്കി കൊടുത്തത്. തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി PM സ്വനിധി യോജന. മുൻകാലങ്ങളിൽ ദൈനംദിന പലിശക്കാരാൽ ബുദ്ധിമുട്ടിയിരുന്ന ആ വർഗം ഇന്ന് സ്വന്തം ഗ്യാരണ്ടിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നു, ജീവിക്കുന്നു. ഇന്ന് ആ തെരുവ് കച്ചവടക്കാർ പോലും UPI മൂലമാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ വ്യക്തികളിൽ പോലും മാറ്റമുണ്ടാക്കുന്ന തരത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലിന്റെ ഉദാഹരണമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇവിടെ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ദളിതരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ദരിദ്രരാണെങ്കിലും ആദിവാസികളാണെങ്കിലും വിധവകളായ സ്ത്രീജനങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും രോഗികളാണെങ്കിലും ഒക്കെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നിരുന്ന ഒരു കാലം. സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ ആ പേപ്പർ കൊണ്ടുപോയി ഈ പേപ്പർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം മുഴുവൻ സർക്കാർ ഓഫീസുകളിൽ ഹോമിച്ചിരുന്നു.
ഇന്ന് അത്തരം ആളുകൾക്ക് സർക്കാർ അവരുടെ വീട്ടുപടിക്കലാണ്. വിവിധ പദ്ധതികളുടെ സർക്കാരിന്റെ നേട്ടം നേരിട്ട് അവരുടെ കൈകളിലേക്ക് എത്തുകയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം വഴി. ഭാരതം കണ്ട ഏറ്റവും വിപ്ലവകരമായ മാറ്റമായിരുന്നു അത്. സുഹൃത്തുക്കളെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന മുദ്രാവാക്യം ആളുകൾ നിരവധി തവണ കേട്ടിട്ടുണ്ട്. ഈ ചെങ്കോട്ടിൽ നിന്ന് പോലും പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാജ്യം ഈ മുദ്രാവാക്യം കേട്ട് 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 അവർക്ക് അവസാനം മനസ്സിലായി ഇത് വെറും മുദ്രാവാക്യം മാത്രമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് അവർ ശീലിച്ചു പോയിരുന്നു. പക്ഷേ കഴിഞ്ഞ 11 വർഷമായി ഞങ്ങൾ പദ്ധതികൾ ഈ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടെത്തിച്ചപ്പോൾ അതിന്റെ മാറ്റവും ഇന്നുണ്ടായി. നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരിൽ 25 കോടി ആളുകൾ അവരുടെ ദാരിദ്ര്യത്തെ പരാജയപ്പെടുത്തി അവർ മുന്നിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 10 കോടി കുടുംബത്തിൽപ്പെട്ട 25 കോടി പാവപ്പെട്ടവരാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി മുന്നോട്ട് വന്നത്. സുഹൃത്തുക്കളെ, ഈ രാജ്യത്ത് നിലവിലുള്ള മിഡിൽ ക്ലാസും ഈ ന്യൂ മിഡിൽ ക്ലാസും ഒന്നു ചേരുന്നുള്ള ഒരു ജുഗൽബന്ദി ഉണ്ടല്ലോ, അത് ഭാരതത്തിന്റെ സാമ്പത്തിക ശക്തിയുടെ അടിസ്ഥാനം തന്നെയാണ്. സുഹൃത്തുക്കളെ, തെരുവ് കച്ചവടക്കാർക്കുള്ള PM സ്വനിധി യോജനയാണെങ്കിലും, ചെറുകിട തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വകർമ്മ യോജനയാണെങ്കിലും, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള PM ജൻമൻ യോജനയാണെങ്കിലും, ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ചെയ്ത പ്രത്യേക പദ്ധതിയാണെങ്കിലും, അതായത് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് ആളുകൾ, ഏതെങ്കിലും സമൂഹം പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഞങ്ങളുണ്ടാകും. ഏതെങ്കിലും ഒരു മേഖല, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ബ്ലോക്ക് പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ജില്ല പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സംസ്ഥാനം പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു മേഖല മൊത്തത്തിലായി പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അവരെ എല്ലാം മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി അവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഈ സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ 100 ആസ്പിറേഷണൽ ജില്ലകളും 500 ആസ്പിറേഷണൽ ബ്ലോക്കുകളും കണ്ടെത്തി പ്രത്യേക പദ്ധതി തയ്യാറാക്കി പ്രവർത്തിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, വടക്ക് കിഴക്കൻ മേഖലകൾക്ക് വേണ്ടി മാത്രം എത്രയെത്ര പദ്ധതികൾ, എത്രയെത്ര അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ആ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. അവിടെയുള്ള ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല, അവിടെയുള്ള ആളുകളുടെ വോട്ട് ബാങ്ക് പരിഗണിച്ചല്ല, ആ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധതയോട് പ്രവർത്തിക്കുന്നത്. രാജ്യം മുന്നോട്ട് വരണം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും രാജ്യം മുന്നോട്ട് വരണം. പ്രത്യേകിച്ചും കായിക മേഖല. മുൻകാലങ്ങളിലാണെങ്കിൽ കുട്ടികൾ കളിക്കാൻ പോവുകയാണെങ്കിൽ അച്ഛനമ്മമാർ പറയും, നീ കളിക്കാൻ പോകാതെ പഠിക്കാൻ പോകണമെന്ന്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എൻ്റെ രാജ്യത്തെ പല കുടുംബങ്ങളിലും കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ താല്പര്യമനുസരിച്ച്, അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ പിന്തുണയ്ക്കാൻ ഈ രാജ്യത്തെ മാതാപിതാക്കൾ തയ്യാറാകുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സുഹൃത്തുക്കളെ, വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഏതെങ്കിലും ഒരു സർക്കാർ കായിക മേഖലയിൽ ഒരു പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഖേലോ ഇന്ത്യ പോളിസി പ്രകാരം സ്കൂൾ തലം മുതൽ ഒളിമ്പിക്സ് വരെയുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാനുള്ള പ്രത്യേക പദ്ധതി. കുട്ടികൾക്ക് കായിക മേഖലയിൽ വേണ്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങളാവട്ടെ, ഗ്രൗണ്ടുകളാവട്ടെ, എല്ലാം പുതുതായി നിർമ്മിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് എന്താണോ അത് കണ്ടെത്തി മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്താണ് ആ മേഖലയ്ക്ക് ഞങ്ങൾ ഇത്രയും പ്രാധാന്യം നൽകി മുന്നോട്ട് കൊണ്ടുവന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഭാരതം ഭാഗ്യമുള്ള രാജ്യമാണ്. എത്രത്തോളം മഹത്തായ പാരമ്പര്യമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഋഷി പരമ്പര തീർച്ചയായും നമുക്ക് എല്ലാ കാലത്തും കൂടുതൽ ഊർജവും പ്രേരണയും നൽകുന്നുണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് വൈവിധ്യമാണ്. നമ്മുടെ വൈവിധ്യമാണ് നമ്മുടെ ശക്തി. ആ വൈവിധ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. പ്രയാഗ്രാജിൽ ഈ വർഷം കടന്നുപോയ മഹാകുംഭമേള തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഉദാഹരണമായിരുന്നു, നമ്മുടെ വൈവിധ്യത്തിൻ്റെ ഉദാഹരണമായിരുന്നു. ലോകമാകെയുള്ള ഭാരതീയർ, വിശ്വാസികൾ ഒത്തൊരുമയോടുകൂടി, ഒരേ മനസ്സോടെ, ഒരേ ചിന്തയോടുകൂടി ആ വൈവിധ്യത്തിൻ്റെ ഏകത്വമാണ് നമ്മൾ മഹാകുംഭമേളയിൽ കണ്ടത്. ഒരേ ഒരു നദീതീരത്ത് കോടിക്കണക്കിന് ആളുകൾ ഒരേ ഭാവത്തോടുകൂടി, ഒരേ പ്രാർത്ഥനയോടുകൂടി, ലോകം തന്നെ അത് കണ്ട് അതിശയിച്ചു പോയി, അവരമ്പരന്ന് പോയി. മഹാകുംഭമേളയുടെ ആ വലിയ വിജയം എന്ന് പറയുന്നത് തീർച്ചയായും ലോകത്തിനു മുമ്പിൽ ഭാരതത്തിൻ്റെ കഴിവും ശക്തിയുമാണ് ബോധ്യപ്പെടുത്തിയത്. ഭാഷയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ എത്രയെത്ര ഭാഷകളാണ് നമുക്കുള്ളത്. തീർച്ചയായും നമുക്കതിൽ അഭിമാനമുണ്ടാകണം. നമ്മുടെ എല്ലാ ഭാഷയിലും നമുക്ക് അഭിമാനമുണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ ഭാഷയും പരമാവധി നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ ഭാഷ അറിയുക എന്ന് പറയുന്നത് തന്നെ ലോകത്ത്
വളരെ മഹത്തായ കാര്യം തന്നെയാണ്. ലോകം നമ്മളെ നോക്കി അതിശയത്തോടെ കാണുന്നത് നമ്മളുടെ ഭാഷയിലെ ഈ വൈവിധ്യം കൊണ്ടുകൂടിയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് പുരാതന കാലത്തെ പാണ്ഡു ലിപികളിൽ എഴുതിയ നിരവധി ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അതിന് പക്ഷേ മുൻ സർക്കാരുകൾ വലിയ പരിഗണന നൽകിയിരുന്നില്ല. പക്ഷേ എൻ്റെ സർക്കാർ വന്നതിന് ശേഷം ധ്യാൻ ഭാരതം യോജന എന്ന പദ്ധതി പ്രകാരം ഇതിന് പ്രത്യേക പ്രാധാന്യം നൽകി. രാജ്യമാകെ എവിടെയൊക്കെ കയ്യെഴുത്ത് പ്രതികളോ താളിയോലോ ലഭിക്കുന്നുണ്ടോ അതെല്ലാം, പുരാതനമായ വേദങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കണ്ടെത്തി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി അതിനെയൊക്കെ സംരക്ഷിക്കാനും അതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ പദ്ധതി പ്രകാരം ഞങ്ങൾ ചെയ്തു. ഭാരതത്തിൻ്റെ പുരാതനമായ ആ വിജ്ഞാനം വരും തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഭാരതം മുന്നോട്ട് പോകുന്നത് ഭരണാധികാരികളുടെ ബലത്തിൽ മാത്രമല്ല, ഏതെങ്കിലും സർക്കാരിൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, ഏതെങ്കിലും വ്യക്തിയുടെ കഴിവുകൊണ്ട് മാത്രമല്ല. ഭാരതത്തിലെ ഓരോ വ്യക്തിയുടെയും ഇൻപുട്സ് ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിലെ കർഷകരുടെ, ഭാരതത്തിലെ തൊഴിലാളികളുടെ, ഭാരതത്തിലെ സയൻറ്റിസ്റ്റുകളുടെ, അധ്യാപകരുടെ, എന്തിന് വിവിധ സംഘടനകളുടെ എല്ലാം കൂടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. ഭാരതം വളർന്നു മുകളിലേക്ക് പോകുന്നത് അല്ലാതെ ഒരു സർക്കാരോ ഒരാളോ വിചാരിച്ചിട്ടല്ല. പല വ്യക്തികൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം, പല സംഘടനകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. പക്ഷേ എല്ലാവരുടെയും കൂട്ടായ യത്നം കൊണ്ടാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. ഇന്നേക്ക് 100 വർഷം മുമ്പ് അത്തരമൊരു സംഘടന ഭാരതത്തിന് വേണ്ടി ഇവിടെ രൂപം കൊണ്ടിരുന്നു, രാഷ്ട്രീയ സ്വയംസേവക സംഘം. 100 വർഷം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രസേവ ഒന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായും രാജ്യം അഭിമാനിക്കേണ്ട, ആദരിക്കേണ്ട കാര്യം തന്നെയാണത്. വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന ദൃഢനിശ്ചയപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംഘടന 100 വർഷമായി നിരന്തരം ഭാരതാംബയുടെ പുരോഗതിക്ക് വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ഒരു സംഘടന. ലക്ഷക്കണക്കിന് സ്വയം സേവകരാണ് തൻ്റെ മാതൃഭൂമിയുടെ പുരോഗതിക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. സേവ, സമർപ്പണം, സംഘടനാബോധം, അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ NGOകളിൽ ഒന്നാണ്. 100 വർഷത്തെ അവരുടെ പ്രവർത്തന പാരമ്പര്യം, അവരുടെ സമർപ്പണ മനോഭാവത്തിൻ്റെ ചരിത്രം, ഇതിഹാസം തന്നെയാണ്. ഇന്ന് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ ചെങ്കോട്ടിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 100 വർഷത്തിൽ ഭാരതത്തിന് വേണ്ടി, ഭാരതീയർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, അവരുടെ സേവാ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ശക്തി പകർന്ന എല്ലാ സ്വയം സേവകർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. രാജ്യം അഭിമാനത്തോടുകൂടി ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഈ 100ാം വയസ്സിന് പ്രാർത്ഥനകൾ നേരുന്നു, ആശംസകൾ നേരുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഭാരതം സമൃദ്ധ ഭാരതത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ രാഷ്ട്രം കൂടുതൽ സുരക്ഷിതമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കാലഘട്ടത്തിൻ്റെതാണ്. കഴിഞ്ഞ 11 വർഷത്തിൽ രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടി, ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി, അതിർത്തിയിലെ സുരക്ഷയ്ക്ക് വേണ്ടി, ഭാരതത്തിലെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുകയും നിരവധി പദ്ധതികൾ കൊണ്ടുവരികയും വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഈ സർക്കാർ വിജയിച്ചിട്ടുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ജനങ്ങൾ തിങ്ങിക്കൂടുന്ന പല മേഖലകളിലും നക്സൽവാദികളും മാവോവാദികളും കൈയടക്കി ആ മേഖലയിൽ അതിക്രമങ്ങൾ കാണിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായിരുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അമ്മമാരുടെ, സഹോദരിമാരുടെ, അവരുടെ കുട്ടികളുടെ സ്വപ്നത്തിലാണ് ഇവർ വിഷം കലക്കിയത്. ആ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളെ ഇത്തരം ആളുകൾ അവരുടെ ക്രിമിനൽ മേഖലയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഞാനതിൽ ശക്തമായ തീരുമാനമെടുത്തു. ഒരു സമയമുണ്ടായിരുന്നു ഈ രാജ്യത്ത് ഏതാണ്ട് 125-ലധികം ജില്ലകളിൽ നക്സൽവാദികൾക്കും മാവോവാദികൾക്കും കൂടുതൽ പ്രാധാന്യമുള്ള, അവർ ഭരിക്കുന്ന 125-ലധികം ജില്ലകൾ. എന്നാൽ എൻ്റെ സർക്കാർ വന്നതിന് ശേഷമുള്ള നിരന്തര പ്രവർത്തനം കാരണം 125 ജില്ലകളിലുണ്ടായിരുന്ന അവരുടെ പ്രവർത്തനം കേവലം 20 ജില്ലകളിലേക്ക് ചുരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 105 ജില്ലകളിൽ അവരുടെ പ്രവർത്തനം പൂർണ്ണമായി ഞങ്ങൾ ഇല്ലാതാക്കി. 90% നക്സലുകളും സർക്കാരിന് മുമ്പിൽ കീഴടങ്ങി. ആദിവാസി വിഭാഗത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ സേവന പ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സമയമുണ്ടായിരുന്നു, പണ്ട് ബസ്തർ എന്ന് കേട്ടാൽ
നക്സലുകളുടെ ബോംബിന്റെയും സ്ഫോടനങ്ങളുടെയും മരണത്തിന്റെയും കഥകൾ മാത്രമായിരുന്നു. ഭയമായിരുന്നു ആളുകൾക്ക് ബസ്തർ എന്ന് പറയാൻ തന്നെ. ഇന്ന് അതേ ബസ്തറിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഭാരതത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ മത്സരിച്ച് വിജയം നേടുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. അതാണ് മാറ്റം. ആ മാറ്റം കൊണ്ടുവരാൻ എൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. സുഹൃത്തുക്കളെ, നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഒരു കാലത്ത് ചെങ്കൊടികളും ചോരപ്പുഴകളും ഒഴുകിയിരുന്നെങ്കിൽ ഇന്ന് അതേ മേഖലയിൽ വികസനത്തിൻ്റെ പുരോഗതിയുടെ വഴികളിൽ മൂവർണ്ണക്കൊടി പാറിക്കളിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഭഗവാൻ ബിർസ മുണ്ടയുടെ 150ാം ജന്മശതാബ്ദി ആഘോഷിക്കുന്ന സമയത്ത് രാജ്യത്തെ മുഴുവൻ നക്സൽ ബാധിത പ്രദേശങ്ങളിലും നക്സൽ മുക്തമാക്കി അദ്ദേഹത്തിന് ഒരു മികച്ച ശ്രദ്ധാഞ്ജലി കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്തിനു മുമ്പിൽ ഞാൻ ഒരു പ്രശ്നം മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചില ശക്തികൾ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഡെമോഗ്രഫിയിൽ മാറ്റം കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. തീർച്ചയായും അത് രാജ്യത്തിന് ആപത്തേറിയ ഒരു വിഷയം തന്നെയാണ്. ചില നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്കുള്ള ഭക്ഷണം കൂടി കൈവശപ്പെടുത്തുകയാണ്. നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ രാജ്യത്തെ അമ്മ പെങ്ങന്മാരെ ലക്ഷ്യം വെക്കുകയാണ്. ഇത് അനുവദിക്കാനാകില്ല. ഈ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി, പാവപ്പെട്ടവരുടെ അർഹതപ്പെട്ട ഭൂമി ഇവർ കയ്യേറുകയാണ്. അത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തിന് ഇനി ആവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ദേശവാസികളെ, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഡെമോഗ്രാഫിയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഡെമോഗ്രഫിയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത് തീർച്ചയായും ഭാരതത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പുരോഗതിക്കും അത് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ സമാധാനപരമായ ജീവിതത്തിനും അവർ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ലോകത്തിലൊരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത ഈ നുഴഞ്ഞുകയറ്റം ഭാരതത്തിന് അങ്ങനെ അംഗീകരിക്കാൻ കഴിയും? നമ്മുടെ പൂർവികർ അവരുടെ രക്തവും ജീവിതവും ജീവനും കൊടുത്തിട്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മഹാപുരുഷന്മാരെ ഓർത്തുകൊണ്ട് ഇത് നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ രാജ്യം നമുക്കൊരിക്കലും ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ചെങ്കോട്ടിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ സർക്കാർ ഒരു ഹൈ പവർ ഡെമോഗ്രാഫിക് മിഷൻ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സുരക്ഷിതത്വം തന്നെയാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഈ മിഷൻ പൂർണ്ണമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ആ ഉറപ്പ് ഞാൻ ഇവിടെ തരാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതം ഇന്ന് ഏത് രാജ്യത്തിൻ്റെയും വെല്ലുവിളികൾ നേരിടാൻ തക്കവണ്ണം ശക്തരാണ്. യുദ്ധത്തിന്റെ ഏത് ശാസ്ത്രത്തിലും നമ്മൾ മുമ്പിൽ തന്നെയാണ്. ഏത് യുദ്ധനീതിയിലും നമ്മൾ മുമ്പിൽ തന്നെയാണ്. അത് ആക്രമണത്തിലാണെങ്കിലും പ്രതിരോധത്തിലാണെങ്കിലും നമ്മൾ കരുത്തരാണ്. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തതുമാണ്. പാകിസ്ഥാൻ അവരെ കൊണ്ടാവുന്ന രീതിയിൽ ഭാരതത്തിന്റെ എയർബേസുകളെ ലക്ഷ്യമാക്കി, ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി, ഭാരതത്തിലെ സാധാരണക്കാരെ ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഭാരതത്തിന്റെ ശക്തി കൊണ്ട്, ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനം, ഭാരതത്തിന്റെ മെയ്ഡ് ഇൻ ഇന്ത്യ എക്യുപ്മെന്റ്സ്, ഭാരതത്തിന്റെ സൈനികർ ശക്തിയുക്തം ഒത്തൊരുമയോടുകൂടി അവരുടെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിച്ചതുകൊണ്ട് അവരുടെ എല്ലാ ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ പപ്പടം പോലെ പൊടിച്ചു കളയാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ 21ാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യയുടെ കാലത്ത് ഇത്തരം ആക്രമണങ്ങൾ നമ്മൾ ഏത് സ്ഥലത്തും പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധം കൂടുതൽ മേഖലയിലേക്ക് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രതിരോധം അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഞാൻ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ പിന്തുണയും അനുഗ്രഹവും ആവശ്യമാണ്. കോടിക്കണക്കിന് ഭാരതീയരുടെ പിന്തുണയും അനുഗ്രഹവും എനിക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമൃദ്ധ ഭാരതം ഉണ്ടാക്കിയാലും നമ്മൾ സുരക്ഷിതരല്ലെങ്കിൽ സമൃദ്ധ ഭാരതം ഉണ്ടാക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല.
അതുകൊണ്ട് തന്നെ സുരക്ഷ അതീവ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെങ്കോട്ടിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വരാൻ പോകുന്ന 10 വർഷം കൊണ്ട് 2035 നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സൈനിക മേഖല മാത്രമല്ല, സാധാരണക്കാർ ജീവിക്കുന്ന സിവിലിയൻ മേഖലയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റലാണെങ്കിലും, റെയിൽവേ ആണെങ്കിലും, റെയിൽവേ സ്റ്റേഷനാണെങ്കിലും, വ്യവസായ കേന്ദ്രങ്ങളാണെങ്കിലും, സയന്റിഫിക് കേന്ദ്രങ്ങളാണെങ്കിലും, അവിടെയെല്ലാം 21ാം നൂറ്റാണ്ടിൻ്റെ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി സംരക്ഷിത കവചം ഒരുക്കേണ്ടതുണ്ട്. അത്തരം സുരക്ഷാ കവചം ഓരോ വർഷം കൂടുന്തോറും പുതിയ പുതിയ മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. 2035 ഭാരതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്കും മുകളിലും നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രതിരോധ സുരക്ഷാ കവചം ഒരുക്കേണ്ടതുണ്ട്. ഭാരതത്തിലെ ഓരോ പൗരന്മാരുടെയും ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകേണ്ട ബാധ്യത സർക്കാരിനാണ്. തീർച്ചയായും ഭാരതത്തിന്റെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട്, ഭാരതത്തിന്റെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ പ്രതിരോധ സംവിധാനം ഒരുക്കാൻ ഭാരതത്തിന് കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതിനുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, 2035 ഭാരതം ആ ലക്ഷ്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതിക്ക് ഞാൻ സുദർശന ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ മിഷൻ സുദർശൻ ചക്ര എന്നത് ഒരു പവർഫുൾ വെപ്പൺ സിസ്റ്റം ആയിരിക്കും. അത് പ്രതിയോഗികളുടെ ആക്രമണത്തെ പൂർണ്ണമായി തടയുമെന്ന് മാത്രമല്ല, എവിടെ നിന്നാണോ ആക്രമണം വരുന്നത് ആ മേഖലയിലേക്ക് തിരികെ ആയുധമയച്ച് അവരെ തകർക്കുകയും ചെയ്യും. ഭാരതത്തിന്റെ ഭരണഘടനയുടെ മഹത്വം പറയുന്നതിനോടൊപ്പം തന്നെ, ആ മഹത്വം നമ്മൾ ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ, ഭാരതത്തിന്റെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ ഭരണഘടനയെ ഇല്ലാതാക്കിയ അടിയന്തരാവസ്ഥ കാലഘട്ടവും നമ്മൾ ഓർത്തിരിക്കണം. ഏത് പ്രായത്തിൽപ്പെട്ട ഭാരതീയരാണെങ്കിലും ആ അടിയന്തരാവസ്ഥ കാലഘട്ടം ഒരിക്കലും മറന്നുപോകരുത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആളുകളെയും മറന്നുപോകരുത്. സുഹൃത്തുക്കളെ, ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. വികസിത ഭാരതം പൂർണ്ണമാകുന്നതുവരെ നമ്മൾ നിൽക്കാൻ പോകുന്നില്ല, ആർക്കു മുമ്പിലും കുനിയാനും പോകുന്നില്ല. നമ്മൾ എല്ലാ കാലത്തും തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, ആത്മാർത്ഥമായി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ നമ്മുടെ കാലത്ത് തന്നെ 2047 വികസിത ഭാരതം സാധ്യമാക്കി കാണിക്കുകയും ചെയ്യും. നമ്മൾ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും സംസ്കൃതിയും പാരമ്പര്യവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ 2047 വികസിത ഭാരതം എന്ന സ്വപ്നം പൂർത്തിയാക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ രാജ്യം നേടിയെടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് നമ്മുടെ ഐക്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐക്യം തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഒറ്റപ്പെടുത്താനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ശക്തി നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ആ ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മൾ ഇത് ഓർത്തിരിക്കണം. 140 കോടി ഭാരതീയരും ഇതോർത്തിരിക്കണം. തുടർച്ചയായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന് മാത്രമേ ഇതിഹാസം രചിക്കാൻ കഴിയുകയുള്ളൂ. परिश्रम में जो तपा है उसने ही तो इतिहास रचा है, जिसने फौलादी चट्टानों को तोड़ा है, जिसने फौलादी चट्टानों को तोड़ा है, उसने ही समय को मोड़ा है। जिसने फौलादी चट्टानों को तोड़ा है उसने ही समय को मोड़ा है, और समय को मोड़ देने का भी यही समय है, सही समय है। मेरे प्यारे देशवासियों, एक बार फिर आप सबको आजादी के इस महान पर्व की अनेक अनेक शुभकामनाएं देता हूं, बहुत बहुत बधाई देता हूं। मेरे साथ बोलेंगे, जय हिंद।
जय हिंद, जय हिंद। भारत माता की, भारत माता की, भारत माता की। वंदे वंदे वंदे। बहुत बहुत धन्यवाद।